ഹേ ഗൈസ്, രാവിലെ നല്ല ഇരുണ്ട് മൂടിയ അന്തരീക്ഷമായിരുന്നു കേട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പോയതറിഞ്ഞില്ല. നല്ല ഉറക്കത്തിലായിരുന്നു. അടുക്കളയിൽ തട്ടുമുട്ടും കേട്ടിട്ടാണ് ഞാൻ ചാടി എണീറ്റത്. കൂടെ തന്നെ കണ്ണനും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ വാതിലിലേക്ക് ചെന്നപ്പോഴത്തേക്കും നല്ല ചാറ്റൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് കണ്ണനെ നേരെ അമ്മയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളിലേക്ക് തുടങ്ങുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഇന്നലെ രാത്രി പൊടികളൊന്നും പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി ഇരുന്നത് എടുത്ത് വെച്ച് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുഴച്ച് റെഡിയാക്കി. പച്ചവെള്ളത്തിൽ കുഴക്കുന്ന പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറുമക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്നലെയും കുറുമക്കറി ആയിരുന്നു. എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ കണ്ണനാണെങ്കിൽ ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. തുമ്പിയാണെങ്കിൽ അങ്ങനെ കറിയൊന്നും കൂട്ടത്തില്ല. പക്ഷേ ഇത് വെക്കുമ്പം ആൾ കഴിക്കാറുണ്ട്. അപ്പോൾ പിള്ളേർ ഇഷ്ടം നോക്കിയാണ് ഞാൻ വെക്കുന്നത്. നമ്മൾ വീട്ടമ്മമാരൊക്കെ അങ്ങനെയല്ലേ, ഭർത്താവിൻ്റെയും കുട്ടികളുടെയൊക്കെ ഇഷ്ടം നോക്കി അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കറി വെച്ചത്. അല്ലെങ്കിൽ ഞാൻ വല്ല എരിയുള്ള എന്തെങ്കിലും മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചതിനായിരുന്നു കേട്ടോ. ഇടിയപ്പം കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം നേരെ റൂമിലേക്ക് ചെന്നപ്പോൾ തുമ്പി ഇതുവരെ എണീറ്റിട്ടില്ല. നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റുകളൊക്കെ വാരി വലിച്ചിട്ടിരുന്നതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാമ്മയും മോനും കൂടെ ആണെങ്കിൽ ഒന്ന് പുറത്ത് വരെ കറങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഓണം വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്കാണെങ്കിൽ കുടുംബത്തിലൊരു മരണം നടന്നുകൊണ്ട് അങ്ങനെ ഓണമൊന്നും വലുതായിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഓക്കെ, ബൈ.